الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أيها الإخوان والأخوات أوصيكم عباد الله ونفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. ബഹുമാന്യരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, സർവശക്തനായ പടച്ച തമ്പുരാന്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം സൂക്ഷിച്ച് ജീവിച്ച് അവന്റെ സ്വർഗം കരസ്ഥമാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടണമെന്ന് ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഉപദേശിക്കുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അങ്ങനെ അവന്റെ മഹത്തായ സ്വർഗം കരസ്ഥമാക്കുന്ന വിശ്വാസിനികളിൽ അവൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അരങ്ങ് തകർത്തുകൊണ്ട് അരങ്ങേറുന്ന പ്രവാചക സ്നേഹം എന്ന പേരിൽ നടക്കുന്ന കാര്യങ്ങൾക്ക് ഇസ്ലാമിലെ പ്രമാണങ്ങളുമായി യാതൊരു ബന്ധവുമില്ല എന്നതാണ് കഴിഞ്ഞ ഖുതുബയിൽ നാം വിശദീകരിച്ചിരുന്നത്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു മാതൃക വ്യക്തിത്വമായിരുന്നു എന്നത് എല്ലാവർക്കും അറിയാവുന്ന, മുസ്ലിം സമൂഹമടക്കം മറ്റുള്ളവരും മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പ്രവാചകന്റെ ജീവിതം അത് ഒരു മാതൃക പൂർണ്ണമായിരുന്നു എന്നതിന് ചരിത്രം തന്നെ സാക്ഷിയാണ്. സ്വന്തം ജീവിതത്തിലൂടെ പരിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ വരച്ചു കാണിക്കുകയും ഒരു മാതൃകാ സമൂഹത്തെ ചുരുങ്ങിയ കാലഘട്ടത്തിനിടയിൽ വളർത്തിയെടുക്കുകയും ചെയ്ത മഹാവ്യക്തിത്വമാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതൊരു ആശയം പ്രബോധനം ചെയ്യുമ്പോഴും ആ ആശയം പ്രബോധനം ചെയ്യുന്ന ആളുകളുടെ വ്യക്തിത്വത്തിന് വളരെ വലിയ പ്രസക്തിയുണ്ട് എന്ന് നമുക്കറിയാം. അവരെ നോക്കിക്കൊണ്ടാണ് സംഘടനകളാകട്ടെ, പ്രസ്ഥാനങ്ങളാകട്ടെ, കമ്മിറ്റികളാകട്ടെ, സംഘങ്ങളാകട്ടെ എല്ലാം തന്നെ ആളുകൾ പൊതുസമൂഹം ഉൾക്കൊള്ളുന്നത്. അതിന്റെ നേതൃത്വത്തിലുള്ള ആളുകളെ അവരുടെ വ്യക്തിത്വത്തെ നോക്കിക്കൊണ്ടും പരിഗണിച്ചുകൊണ്ടുമാണ്. അതുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച്
ചരിത്രത്തെ നേർവായന നടത്തിയിട്ടുള്ള ആളുകളൊക്കെയും ഈ ഒരു കാര്യം ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. മൈക്കിൾ എച്ച് ഹാർട്ട് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ചരിത്രകാരനായിട്ടുള്ള ആൾ, അദ്ദേഹം ദി 100 എന്ന് പറയുന്ന ഒരു പുസ്തകം 100 പേരുടെ ചരിത്രങ്ങളെ വളരെ ക്രമത്തിൽ അടുക്കി വെച്ചുകൊണ്ട് അദ്ദേഹം ഒരു ഗ്രന്ഥം രചിക്കുകയുണ്ടായി. വർഷങ്ങളെടുത്തുകൊണ്ട് ആയിരക്കണക്കിന് ആളുകളെ കുറിച്ച് പഠനം നടത്തിയതിനു ശേഷമാണ് അദ്ദേഹം ദി 100 എ റാങ്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ഇൻ ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം രചിച്ചത്. ആ ഗ്രന്ഥത്തിൽ 100 പേരെ അദ്ദേഹം ഈ ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് തെരഞ്ഞെടുത്തു. ഈ തെരഞ്ഞെടുത്ത 100 പേരിൽ തന്നെ ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തിയിട്ടുള്ള ആള് എന്ന ക്രമത്തിൽ 1, 2, 3 എന്ന നമ്പർ നൽകി. ആ നമ്പറിൽ ഏറ്റവും ഒന്നാമതായി അദ്ദേഹം എഴുതിയിട്ടുള്ള, അദ്ദേഹം ഒരു മുസ്ലിം അല്ല, എന്നിട്ട് കൂടി അദ്ദേഹം എഴുതിയിട്ടുള്ള പേർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ആളുകൾ അത്ഭുതം കൂടി, എന്താണ് ഒരു മുസ്ലിം അല്ലാത്ത അദ്ദേഹം ഒരു ചരിത്ര രചന നടത്തിയപ്പോ, ഇത്രയും പ്രസിദ്ധമായ ഒരു ഗ്രന്ഥം രചിച്ചപ്പോ മുഹമ്മദിനെ അദ്ദേഹം 1-ാം സ്ഥാനത്ത് വെക്കാനുള്ള കാരണം എന്താണ് എന്ന് ആളുകൾ അത്ഭുതം കൂടി. സയന്റിസ്റ്റുകളായ ആളുകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്, ഫിലോസഫർമാരായ ആളുകൾ ഉണ്ടായിട്ടുണ്ട്, അതുപോലെ സമൂഹത്തിന്റെ വ്യത്യസ്തമായ മേഖലകളിൽ തങ്ങളുടെ കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും എന്തേ മുഹമ്മദിനെ 1-ാം സ്ഥാനത്ത് വെച്ചു? അവർ ആ സംശയം മനസ്സിലൊതുക്കുക മാത്രമല്ല, അദ്ദേഹത്തോട് തന്നെ ചോദിച്ചു. അദ്ദേഹം അതിന് പറഞ്ഞ മറുപടി, ഞാൻ പഠിച്ചതിൽ വെച്ച്, ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാവ്യക്തിത്വമായി ജീവിതത്തിൽ തന്നെ താൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിച്ച ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ കഴിഞ്ഞ ചരിത്രത്തിലെ ഒരേ ഒരു വ്യക്തി മുഹമ്മദാണ് എന്നാണ്. അതിൽ അദ്ദേഹം 2-ാമതായി നൽകിയിട്ടുള്ളത് ഐസക് ന്യൂട്ടനെയാണ്, 3-ാമതായി യേശുക്രിസ്തുവിനെയും 4-ാമതായി അരിസ്റ്റോട്ടിലിനെയും എല്ലാം നൽകിയിട്ടുണ്ട്. ഇങ്ങനെയാണ് അദ്ദേഹം അതിന്റെ ക്രമം നിശ്ചയിച്ചിട്ടുള്ളത്. അദ്ദേഹം കണ്ടെത്തിയിട്ടുള്ള ചരിത്രത്തെ നേരെ വായിച്ചപ്പോ ലോകത്ത് സ്വാധീനം ചെലുത്തിയ മഹത് വ്യക്തികളിൽ 1-ാം സ്ഥാനത്ത് നിൽക്കേണ്ടത് മുഹമ്മദാണ് എന്ന് അദ്ദേഹം തിരിച്ചറിയുകയുണ്ടായി. അതുപോലെ മെഷർമാൻ എന്ന് പറയുന്ന തത്വചിന്തകൻ മുഹമ്മദ് നബിയെ കുറിച്ച് പറഞ്ഞത്, ഒരുപക്ഷെ ഏത് കാലത്തെയും ഏറ്റവും വലിയ നേതാവ് മുഹമ്മദായിരിക്കും എന്നാണ്. മുസ്ലിം അല്ലാത്ത മെഷർമാൻ മുഹമ്മദ് നബിയെ കുറിച്ച് വിലയിരുത്തിയത് അങ്ങനെയാണ്. വില്യം മൂർ എന്ന് പറയുന്ന ചരിത്രകാരൻ പറയുന്നത്, മുഹമ്മദിന്റെ ആഗമന കാലത്തേക്കാൾ പരിഷ്കരണം അസാധ്യമായിട്ടുള്ള ഒരു കാലഘട്ടം ഉണ്ടായിട്ടില്ല. എന്നാൽ അദ്ദേഹം ചരമം പ്രാപിക്കുമ്പോൾ പൂർത്തീകരിച്ചതുപോലെയുള്ള വിജയവും പരിഷ്കരണവും നമുക്ക് വേറെ കാണാൻ സാധിക്കുകയുമില്ല. അദ്ദേഹം പ്രബോധന പ്രവർത്തനം നടത്തിയ ആ കാലഘട്ടത്തെ പോലെ പരിഷ്കരണം അസാധ്യമായ ഒരു കാലം വേറെ മുമ്പുണ്ടായിട്ടില്ല. എന്നാൽ അദ്ദേഹത്തെ പോലെ ആ രംഗത്ത് വിജയം കൈവരിക്കാൻ കഴിഞ്ഞ മറ്റൊരാളും തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുകയില്ല എന്നാണ്. എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയിൽ പറയുന്നത്, ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഒരു പ്രവാചകനോ മതപരിഷ്കർത്താവിനോ നേടാൻ കഴിയാത്ത വിജയമാണ് മുഹമ്മദിന് നേടാൻ സാധിച്ചത് എന്നാണ്. അപ്പൊ ലോകപ്രസിദ്ധരായ തത്വചിന്തകന്മാർ, എഴുത്തുകാരന്മാർ, അതുപോലെ തന്നെ പ്രവാചകനെ വിലയിരുത്തിയിട്ടുള്ള ആളുകളൊക്കെയും സംവദിക്കുന്ന ഒരു കാര്യമാണ് പ്രവാചകന്റെ വ്യക്തിത്വം, അദ്ദേഹം സമൂഹത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എന്നിവയൊക്കെ. കേരളത്തിലുള്ള കവികളും ചരിത്രകാരന്മാരുമെല്ലാം ഈ കാര്യം അംഗീകരിക്കുകയും അത്തരത്തിൽ അവർ അവരുടെ ഗ്രന്ഥങ്ങളിലും കവിതകളിലുമെല്ലാം രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. നാം ആലോചിക്കേണ്ടത് ഇതല്ല. പ്രവാചകന്റെ ഒരു ഭാഗത്ത് ആളുകൾ ചില വിമർശനങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് എങ്കിലും പ്രവാചകനെ നേരെ വായിച്ചെടുത്ത ആളുകൾക്ക് ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നതാണ്. എന്തുകൊണ്ട് പ്രവാചകന്
ഇങ്ങനെയൊരു അംഗീകാരം ലഭിച്ചു എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതിൽ നിന്നാണ് നമുക്ക് ഗുണപാഠം ഉൾക്കൊള്ളുവാനുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടിയ ഒരു സന്യാസിയായിട്ടല്ല ജീവിച്ചത്. പല ആളുകളും ദൈവത്തോട് അടുക്കണമെങ്കിൽ സന്യസിക്കണം, ഏതെങ്കിലും മലകളും ഹിമാലയങ്ങളും കയറിക്കൂക്ക് പോയി അവിടെ ധ്യാനത്തിലിരുന്ന് പല രൂപത്തിൽ വർഷങ്ങളും അതുപോലെ തന്നെ പതിറ്റാണ്ടുകളും കഴിച്ചു കൂട്ടണം എന്നാണ് ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. വേറെ ചില ആളുകൾ ധരിച്ചു വെച്ചിരിക്കുന്നത് ദൈവത്തിന്റെ ഭാര്യമാരായിക്കൊണ്ടോ കന്യാമറിയമായിക്കൊണ്ടോ അല്ലെങ്കിൽ ആ രൂപത്തിൽ ദൈവത്തിനോട് അടുക്കുവാൻ വേണ്ടി ലൗകിക ജീവിതവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിട്ടെറിഞ്ഞുകൊണ്ട് ഏതെങ്കിലും സ്വതന്ത്രമായ ഒരു ജീവിതം നയിക്കണം എന്നതാണ്. എന്നാൽ നമ്മൾ പറയുന്ന, നമ്മൾ വിശ്വസിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമൂഹത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള, ഒട്ടിച്ചേർന്നിട്ടുള്ള, അവർക്കിടയിൽ ജീവിച്ചിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. സമൂഹത്തിൽ നിന്ന് ഒളിച്ചു നീങ്ങിയവനല്ല, ഏതെങ്കിലും ഒറ്റപ്പെട്ട് കഴിഞ്ഞുകൂടിയവനല്ല, ഏതെങ്കിലും പള്ളി മൂലകളിൽ കഴിച്ചുകൂട്ടിയവനല്ല, മറിച്ച് സമൂഹത്തോടൊപ്പം സമൂഹത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ചുകൊണ്ട് അവർക്കിടയിലൂടെ എല്ലാം ഉണ്ടായിരുന്ന, ഏത് സന്ദർഭത്തിലും സാഹചര്യത്തിലും അവരോടൊപ്പം ഉണ്ടായിരുന്ന ഒരു മഹാവ്യക്തിത്വമായിട്ടാണ് പ്രവാചകനെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അദ്ദേഹം ജനിച്ചതിന് ശേഷം ആ ചരിത്രങ്ങൾ മുഴുവനും ഒന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. ഹലീമ ബീവിയുടെ അടുക്കൽ അനുസരണയുള്ള ഒരു കുട്ടിയായിട്ടാണ് അദ്ദേഹം കഴിഞ്ഞുകൂടിയത്. 2 വർഷക്കാലം മുഴ പിടിക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്ന ആളുകൾ സാധാരണ 2 വർഷക്കാലമാണ് മുല കൊടുക്കാറുള്ളത്. 2 വർഷം കഴിഞ്ഞ് തിരിച്ചേൽപ്പിക്കാൻ ചെന്ന സമയത്ത് ആ നാട്ടിൽ പടർന്നു പിടിച്ചിട്ടുള്ള ഒരു രോഗമുണ്ടായതുകൊണ്ട് നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോകൂ, അല്പം കൂടി കഴിഞ്ഞതിന് ശേഷം തിരിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞ് പിന്നീട് 3 വർഷവും കൂടി കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഹലീമ ബീവിയിൽ നിന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് തിരിച്ചേൽപ്പിക്കപ്പെടുന്നത്. ആ സമയത്തിനിടയ്ക്ക് നടന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ ജീവിതം ഏറ്റവും നല്ല രൂപത്തിലുള്ള, ആ കുട്ടിപ്രായത്തിൽ പോലും നല്ല ഒരു ജീവിതമായിരുന്നു എന്നും ആ ജീവിത കാലഘട്ടത്തിനിടയ്ക്ക് പ്രവാചകന്റെ അടുക്കൽ കുട്ടിയായിരിക്കുമ്പോൾ മാലാഖ പ്രത്യക്ഷപ്പെട്ടു എന്നും അദ്ദേഹത്തിന്റെ മാറ് കീറി മാലിന്യങ്ങൾ എടുത്തുമാറ്റി എന്നതുമൊക്കെ ഇസ്ലാമികമായി നാം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ നിന്ന് അദ്ദേഹം പിന്നീട് കുട്ടിയായി വളർന്നു വരുന്നത് പിതാമഹന്റെയും പിതൃ സഹോദരന്റെയും അടുത്താണ്. അബ്ദുൽ മുത്തലിബിന്റെയും അബൂ ത്വാലിബിന്റെയും അടുത്താണ് വളർന്നു വരുന്നത്. ഒരു ന്യൂനതയും ആ കാലഘട്ടത്തിൽ സർവം ദുസ്സൂചനകളും അസാന്മാർഗിക പ്രവർത്തനങ്ങളും അത്തരത്തിലുള്ള ഒരു സമൂഹമായിരുന്നിട്ട് കൂടി ആ കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഒരു ന്യൂനത, പോരായ്മ ആ കുട്ടിയിൽ അബ്ദുൽ മുത്തലിബിന്റെ അബൂ ത്വാലിബിന്റെ അടുക്കൽ ജീവിക്കുന്ന ആ കുട്ടിയിൽ ഉണ്ടായിരുന്നില്ല എന്നത് ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. അബൂ ത്വാലിബ് അവസാനം മരിക്കാൻ കിടക്കുന്ന രംഗമുണ്ട്. ആ മരിക്കാൻ കിടക്കുന്ന രംഗത്ത് പ്രവാചകത്വം ലഭിച്ചതിന് ശേഷം അദ്ദേഹത്തിന്റെ അടുക്കൽ പോയി പറയുന്ന കാര്യമുണ്ട്. എളപ്പാ, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം. കാരണം മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. അന്ത്യവചനം ലാ ഇലാഹ ഇല്ലല്ലാഹയായവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന്. അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ നാളെ അല്ലാഹുവിന്റെ അടുക്കൽ വെച്ചുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാദിക്കാം എന്ന് പറഞ്ഞു നോക്കി പ്രവാചകൻ. പക്ഷേ അള്ളാഹു പ്രവാചകനെ ആക്ഷേപിച്ചുകൊണ്ട് ആ സമയത്ത് ആയത്ത് അവതരിപ്പിക്കുകയുണ്ടായി. ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. മുഹമ്മദേ, നീ ഉദ്ദേശിക്കുന്നവർക്ക് ഹിദായത്ത് നൽകാൻ കഴിയുകയില്ല എന്ന് പ്രവാചകൻ അങ്ങനെ പറയാൻ കാരണം അദ്ദേഹത്തിന്റെ കുട്ടിക്കാലത്തും ജീവിത കാലഘട്ടത്തിലും പ്രവാചകത്വം ലഭിച്ചതിന് ശേഷവും അദ്ദേഹത്തിന് താങ്ങും തണലുമായി വർത്തിച്ച ആളായിരുന്നു അബൂ താലിബ് എന്നതാണ്. ആ അബൂ താലിബ് വിശ്വാസം ഉൾക്കൊണ്ടില്ല, ഷഹാദത്ത് ഉച്ചരിച്ചില്ല. പക്ഷേ അവസാനം അദ്ദേഹം പറഞ്ഞത് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദിയാനിൽ ബരിയതി ദീന
ലൗലൽ മലാമതു വൽ ഹദാറു മസബ്ബതൻ ലവജത്തനി സംഹൻ ബിദാക മുബീനാ. എന്റെ മതമാണ് ഏറ്റവും നല്ല മതം എന്നെനിക്കറിയാം. എന്റെ ചുറ്റിലുമുള്ള ഈ കാരണവന്മാർ എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പുമെന്ന ഭയം എനിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ മതം ഉൾക്കൊള്ളുമായിരുന്നു എന്ന് നമ്മൾ പറഞ്ഞത് ആ അബ്ദുൽ മുത്തലിബിന്റെയും അബൂ താലിബിന്റെയും മടുക്കൽ ജീവിച്ച ഉത്തമനായ ഒരു ബാലനായിട്ടാണ് പ്രവാചകനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഖുറൈശികൾക്കിടയിൽ കാലികളെ മേച്ചു നടന്നിട്ടുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു ഇടയൻ. ഖുറൈശികൾക്കിടയിൽ കാലികളെ മേച്ചുകൊണ്ട് അദ്ദേഹം നടന്നു. ഒരു തരത്തിലുള്ള കള്ളത്തരവും ചതിയും വഞ്ചനയുമില്ലാതെ സത്യസന്ധനായിട്ടുള്ള ഇടയനായിട്ടാണ് നമുക്ക് ചരിത്രത്തിൽ അദ്ദേഹത്തെ കാണുവാൻ സാധിക്കുന്നത്. അപ്രകാരം തന്നെ ഖദീജ റളിയല്ലാഹു തആല അൻഹയുടെ കച്ചവട സംഘത്തെ നയിച്ചിട്ടുള്ള വിശ്വസ്തനായ ഒരു വ്യാപാരി. സാധാരണഗതിയിൽ എന്ത് വഞ്ചനയും കാണിക്കാൻ പറ്റുന്ന ആ കച്ചവട സംഘത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തുകൊണ്ട് പോവുകയാണ്. ആ പോകുന്ന സമയത്ത് നടന്നിട്ടുള്ള അദ്ദേഹത്തിന്റെ സത്യസന്ധമായിട്ടുള്ള ഇടപെടലുകൾ, ആ ഇടപെടലുകൾ കൂടെയുണ്ടായിരുന്ന മൈസറത്ത് എന്ന് പറയുന്ന അടിമ ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹയുടെ അടുക്കൽ ചെന്ന് പറയുകയില്ല എന്ന് പ്രവാചകത്വം ലഭിച്ചിട്ടില്ല. ഖദീജ ബിബി വിശ്വാസിയുമായിട്ടില്ല. ആ പ്രവാചകത്വത്തിനും മുമ്പുള്ള ചരിത്രമാണ്. അങ്ങനെ ആ രൂപത്തിൽ കച്ചവടത്തിന്റെ പോയി അവിടെയുണ്ടായിരുന്ന സത്യസന്ധമായിട്ടുള്ള ആ ഇടപെടലുകൾ, അദ്ദേഹത്തിന്റെ അനിതര സാധാരണമായിട്ടുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം, ഇതെല്ലാമായിരുന്നു ഖദീജ ബീവിയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി വിവാഹബന്ധം വരെ ആലോചിക്കുവാൻ കാരണമായിട്ടുള്ളത് എന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അപ്പോ ഖദീജ ബീവിയുടെ കച്ചവട സംഘവുമായി ഇപ്പോൾ കൊണ്ടുപോകുന്ന വിശ്വസ്തനായ വ്യാപാരിയായി നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. അതുപോലെ തന്റെ യുവത്വ പ്രായഘട്ടത്തിൽ ആരും തങ്ങളുടെ യഥാർത്ഥമായ ധാർമ്മിക ജീവിതത്തിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്ന ആ കാലഘട്ടത്തിലും സർവ നെറികേടുകളും നിറഞ്ഞു നിന്നിരുന്ന ആ സമൂഹത്തിൽ അൽ അമീൻ എന്ന പേര് സമ്പാദിച്ചിട്ടുള്ള ഒരു മഹാ വ്യക്തിത്വമാണ് പ്രവാചകൻ എന്ന് ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുകയാണ്. ഹജറുൽ അസ്വദ് അത് വെക്കാനുള്ള സമയം അവർക്കിടയിൽ കലാപം വരെ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നപ്പോ അവരിൽ വിവേകശാലിയായ ഒരാൾ പറഞ്ഞത്, ഇനി വരുന്ന ആളെ കൊണ്ട് നമുക്കത് ഒപ്പിക്കാം എന്ന. വന്നത് അവർ നോക്കുമ്പോൾ അവർക്കേറെ സമ്മതനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയായിരുന്നു. അവർക്കേറെ സന്തോഷമായി. പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പാണ്. എന്നിട്ട് കൂടി അവർ അദ്ദേഹത്തെ പൂർണ്ണമായും വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്തു എന്നതിന്റെ ചരിത്രം സാക്ഷിയായിട്ട് നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ ഖദീജ ബീവി അടക്കം 11 ഭാര്യമാരുടെ സ്നേഹനിധിയായ ഭർത്താവായിക്കൊണ്ടാണ് ചരിത്രത്തിൽ പ്രവാചകനെ നമ്മൾ വായിക്കുന്നത്. ആ ഭാര്യമാർക്കൊന്നും പ്രവാചകനോട് എന്തെങ്കിലും രൂപത്തിലുള്ള ഈർഷ്യതയുണ്ടായിരുന്നില്ല, വെറുപ്പുണ്ടായിരുന്നില്ല. അവർക്കിടയിൽ നീതിയോടുകൂടി വർത്തിക്കുകയും അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവരോട് പെരുമാറുകയും അവരോട് ചിരിക്കുകയും കളിക്കുകയും ഇടപഴകുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു സ്നേഹനിധിയായ ഒരു ഭർത്താവിനെയാണ് പ്രവാചകനിൽ നിന്ന് ആ ഭാര്യമാരൊക്കെയും കണ്ടെത്തുന്നത്. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പ്രവാചകന്റെ വഫാത്തിന് ശേഷം പറഞ്ഞത് ഇതിനൊരു മകുടോദാഹരണമാണ്. ആയിഷ ബിബി പറഞ്ഞത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായത് എന്റെ മാറിടത്തിന്റെയും എന്റെ വയറിന്റെയും നടുക്ക് വെച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ എന്റെ ഉമിനീർ പ്രവാചകന്റെ ഉമിനീരുമായി കൂടിക്കലർന്നിട്ടുണ്ട്. ഞാനതൊരു മഹാഭാഗ്യമായിട്ടാണ് കാണുന്നത് എന്നാണ്. അഥവാ ആയിഷ ബീവിയുടെ മടിയിൽ തലവെച്ചുകൊണ്ട് കിടക്കുന്ന സമയത്ത്, ആ സമയത്താണ് പ്രവാചകൻ മരണപ്പെടുന്നത്. ആ സമയത്ത് തന്റെ സഹോദരി പുത്രൻ അവിടേക്ക് കടന്നു വന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ അറാക്ക് എന്ന പല്ല് തേക്കുന്ന കൊള്ളിയുണ്ടായിരുന്നു. പ്രവാചകൻ എപ്പോഴും പല്ല് തേക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. ആ കൊള്ളിയിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോ ആയിഷ ബീവി ചോദിച്ചു, നിങ്ങൾക്ക് അറാക്ക് ആവശ്യമുണ്ടോ? പ്രവാചകന് സംസാരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ രോഗം മൂർജിച്ച സമയമാണ്. പ്രവാചകൻ തന്റെ തല കൊണ്ട് ആംഗ്യം കാണിച്ചു, അതേ എനിക്ക് ആവശ്യമുണ്ട് എന്ന്.
ആ കൊള്ളിയെടുത്ത് പ്രവാചകന്റെ പല്ല് തേക്കാൻ നോക്കിയപ്പോ ആ കൊള്ളിക്ക് മിനുസമല്ല, ഉരസ, വളരെ കട്ടിയുള്ള രൂപമാണ്. ആയിഷ ബീവി ചോദിച്ചു, ഞാനിത് നിങ്ങൾക്ക് മാർദ്ദവപ്പെടുത്തി തരട്ടെയോ? അതേ എന്ന് ആംഗ്യം കാണിച്ചു. ആയിഷ ബീവി വായിലിട്ട് ആ അറാഖിന്റെ കൊള്ളി കടിച്ചുകൊണ്ട് ബ്രഷ് രൂപത്തിൽ അത് പദം വരുത്തി കൊടുത്തു. ആ പദം വരുത്തിയ ആയിഷ ബീവിയുടെ ഉമിനീർ വന്നിട്ടുള്ള ആ അറാഖിന്റെ കഷ്ണം കൊണ്ട് പ്രവാചകന് പിന്നീട് പല്ല് തേച്ചു കൊടുത്തു. അതാണ് പ്രവാചകൻ ആയിഷ ബീവി പറഞ്ഞത്, എന്റെ ഉമിനീരും പ്രവാചകന്റെ ഉമിനീരും മരണസമയത്ത് ഒന്നായി തീർന്നിട്ടുണ്ട്. എന്റെ മടിയിൽ വെച്ചാണ് മരണപ്പെട്ടത്, അതൊരു മഹാഭാഗ്യമാണ് എന്ന്. അഥവാ സ്വന്തം ഭാര്യമാരുടെ പൂർണ്ണമായ അംഗീകാരത്തോടുകൂടി ഒരു വിധത്തിലുള്ള പരാതിയുമില്ലാതെ ഈ ലോകത്തോട് വിട പറയുന്ന പ്രവാചകനെ ചരിത്രത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. അതുപോലെ തന്നെ ഫാത്തിമ ബീബി അടക്കമുള്ള 7 മക്കളുടെ വത്സലനായിട്ടുള്ള പിതാവായിട്ടാണ് നാം കാണുന്നത്. ജീവിത കാലഘട്ടത്തിൽ 6 മക്കളും മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു അവസ്ഥ നാം ആലോചിച്ചു നോക്കണം. അവസാനം ഫാത്തിമ ബീബി മാത്രമാണ് അവശേഷിക്കുന്നത്. ആ ഫാത്തിമ ബീബിയും പ്രവാചകൻ വഫാത്തായി 6 മാസം കഴിയുമ്പോ മരണപ്പെട്ടു പോകുന്നുണ്ട്. ആ മക്കളുടെ എല്ലാം വത്സലനായ പിതാവായിക്കൊണ്ട് അവരുടെ അടുക്കൽ അവർക്ക് സ്നേഹം പകർന്നു നൽകിക്കൊണ്ട് ജീവിച്ച ഒരു പ്രവാചകനെ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണവേദനയിൽ കിടക്കുന്ന സമയത്ത് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, വാ കർബ അബാ വഖാല ലഹാ ലൈസ അലാ അബീക കർബുൻ വൽദൽ യൗം. എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാ, എന്റെ വാപ്പാക്ക് എന്തൊരു വേദനയാ എന്ന് ഫാത്തിമ ബീബി പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിമയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോളെ, ഇന്നേ എനിക്കൊരു വേദനയുണ്ടാകൂ, ഇന്നിന് ശേഷം എനിക്കൊരു വേദനയുണ്ടാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ സമയത്ത് പോലും തന്റെ മകളെ ആശ്വസിപ്പിക്കുകയാണ് പ്രവാചകൻ ചെയ്തത്. അതുപോലെ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്ന ആ 2 മക്കളുടെ പിതാമഹനായിക്കൊണ്ട് പേരക്കുട്ടികളെ കളിപ്പിക്കുകയും ചുമലിലേക്കിക്കൊണ്ട് കളിപ്പിക്കുകയും ചെയ്ത ഒരു പിതാമഹനായിക്കൊണ്ട് ഖുതുബ നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പള്ളിയിലേക്ക് ആ മക്കൾ കയറി വന്നപ്പോ മിമ്പറിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ആ കുട്ടികളെ എടുക്കുകയും ചുംബിക്കുകയും അവിടെ ഇരുത്തുകയും ചെയ്ത് പിന്നീട് വന്നുകൊണ്ട് പ്രവാചകൻ വീണ്ടും ഖുതുബ നിർവഹിച്ച അത്രക്ക് തന്റെ പേരമക്കളോട് സ്നേഹം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു പിതാമഹനായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ തന്റെ ഭൃത്യരായ അനസ് റളിയല്ലാഹു അൻഹുവിനെയും സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെയും സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിച്ചിട്ടുള്ള ഒരു യജമാനനായിട്ടാണ്. അടിമ സമ്പ്രദായം നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകന്റെ കീഴിൽ ജീവിക്കുന്നവരാണ്, പ്രവാചകന് സേവനം ചെയ്യുന്നവരാണ് അനസ് റളിയല്ലാഹു അൻഹുവും സെയ്ദ് റളിയല്ലാഹു അൻഹുവും. എന്നാൽ അവർ ജീവിതത്തിൽ ഒരിക്കൽ പോലും പ്രവാചകന്റെ വഫാത്തിന് ശേഷമോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏതെങ്കിലും രൂപത്തിൽ വിമർശിച്ചുകൊണ്ട് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നത്, പ്രവാചകൻ ഒരു കാര്യം നീ എന്തിന് ചെയ്തു എന്ന് പോലും എന്നോട് ചോദിച്ചിട്ടില്ല, എന്നോട് ഒരു മുഖം കറുപ്പിച്ചുകൊണ്ട് എന്തിനാ നീ അത് ചെയ്തത് എന്ന് പോലും ചോദിച്ചിട്ടില്ല എന്നാണ്. സെയ്ദ് റളിയല്ലാഹു അൻഹു ഒരു ചന്തയിൽ നിന്ന് വാങ്ങിയതാണ് സെയ്ദിനെ. അന്ന് അടിമക്കച്ചവടം നിലവിലുണ്ട്. സെയ്ദ് റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അടുക്കലുണ്ട് എന്നറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളും ബന്ധുക്കളും മക്കയിലെത്തുകയും അദ്ദേഹത്തെ അന്വേഷിച്ചുകൊണ്ട് പ്രവാചകന്റെ അടുക്കലെത്തുകയും ചെയ്യുന്ന നീണ്ട ഒരു ചരിത്രമുണ്ട്. പ്രവാചകൻ പറഞ്ഞു, അവൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞങ്ങൾ നൽകാം, ഞങ്ങളുടെ മകനെ ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് വന്നിട്ടുള്ള ആളുകളോട് പ്രവാചകൻ പറഞ്ഞു, അവൻ വരുന്നുവെങ്കിൽ നിങ്ങൾ കൊണ്ടുപോവുക, എനിക്കൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ നിന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എന്റെ വീട്ടിലുള്ളത് എന്റെ ഉമ്മയും ഉപ്പയുമാണ്, അവർ എന്നെ കാണാനിട്ട് ദുഃഖിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് വാസ്തവമായിരിക്കും. അവരെ കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ട്, എന്നെ കാണാനുള്ള ആഗ്രഹം എനിക്കുണ്ട്. എന്നാൽ എന്റെ മുമ്പിലിരിക്കുന്ന ഈ മനുഷ്യൻ എന്റെ ഉപ്പയാണ്, എന്റെ ഉമ്മയാണ്, എന്റെ പിതൃ സഹോദരനാണ്. എനിക്ക് ആരിൽ നിന്നെല്ലാം സ്നേഹവും ലാളനയും പിതൃത്വവും എല്ലാം ലഭിക്കേണ്ടതുണ്ടോ അതെല്ലാം എനിക്ക് നൽകിയിട്ടുള്ള ഒരേ ഒരു വ്യക്തിയാണ് ഈ എന്റെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇദ്ദേഹത്തെ വിട്ടുപിരിഞ്ഞുകൊണ്ട് ഞാൻ പോരില്ല, ഇദ്ദേഹത്തെ വിട്ടുപൊരിഞ്ഞുകൊണ്ട് ഞാൻ പോരില്ല എന്ന് അടിമയായി പ്രവാചകൻ
പ്രവാചകന്റെ അടുക്കൽ നിൽക്കുന്ന, പ്രവാചകന്റെ സേവനം നൽകുന്ന സെയ്ദ് റളിയല്ലാഹു അൻഹു പറഞ്ഞുവെങ്കിൽ ആ അടിമ സമ്പ്രദായം നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ പ്രവാചകൻ അവരുടെ മനസ്സിനെ ഏത് രൂപത്തിൽ വശീകരിച്ചു എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആ സെയ്ദ് റളിയല്ലാഹു അൻഹുവിനെ ഒരു യുദ്ധത്തിന്റെ സർവ്വസൈന്യാധിപനായി നിയോഗിക്കുകയാണ്. ആ സർവ്വസൈന്യാധിപൻ എന്ന മഹത്തായ സ്ഥാനം പ്രവാചകന്റെ അടുക്കലുള്ള ഈ സേവകന് നൽകുകയാണ്. പ്രവാചകന്റെ കാലശേഷം ആ യുദ്ധം പുനരാരംഭിച്ച സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ മകനായ ഉസാമ റളിയല്ലാഹു അൻഹുവിനെ വീണ്ടും ആ യുദ്ധത്തിന്റെ പ്രവാചകൻ നൽകിയത് കൊണ്ട് ആ യുദ്ധത്തിന്റെ വീണ്ടും സർവാധിപസ്ഥാനം നൽകിക്കൊണ്ട് ആദരിക്കുകയാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മകുടോദാഹരണങ്ങളുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാലിൽ നീര് കെട്ടുമാറ് തന്റെ സിട്ടാവിന്റെ മുമ്പിൽ ആരാധനകൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആളുകൾ ചോദിച്ചു, എന്തിനാണ് പ്രവാചകനെ നിങ്ങൾ ഇങ്ങനെ കഴിഞ്ഞതും വരാനുള്ളതുമായ പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ട ആളല്ലേ അങ്ങ്, എന്തിനാണ് അങ്ങ് ഇങ്ങനെ നട്ടപ്പാതിരാക്ക് കാലുകൾ മുഴുവനും നീര് വരുന്ന രൂപത്തിൽ താങ്കൾ ആരാധന നിർവഹിക്കുന്നത് എന്ന് ചോദിച്ചപ്പോ ഞാനൊരു നന്ദിയുള്ള അടിമയാകേണ്ടയോ, എന്റെ സിട്ടാവിനോട് ഞാൻ നന്ദി കാണിക്കേണ്ടയോ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്. മക്കയിലെ കിരാതമായ മർദ്ദനങ്ങൾക്കിടയിലും പ്രബോധനം നിർവഹിച്ചിട്ടുള്ള അരിതര സാധാരണമായ ധൈര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ആളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. രണാങ്കണത്തിലേക്ക് ഇറങ്ങിയാൽ സ്വഹാബത്ത് രേഖപ്പെടുത്തുകയാണ്, പ്രവാചകനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഭയമായിരുന്നു. കാരണം പ്രവാചകൻ ആ രൂപത്തിലുള്ള മുന്നേറ്റമാണ് രണാങ്കണങ്ങളിൽ നടത്തിയിരുന്നത്. ഹുനൈൻ യുദ്ധത്തിൽ വെച്ചുകൊണ്ട് പ്രവാചകനെ കുറിച്ചുകൊണ്ട് അധിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അന നബിയ്യുൻ ലാ കദിബ് അന ഇബ്നു അബ്ദുൽ മുത്തലിബ്, ഞാൻ പ്രവാചകനാണ്, അത് കളവല്ല, ഞാൻ അബ്ദുൽ മുത്തലിബിന്റെ മോനാണടാ, ആരാണ് ഇങ്ങോട്ട് വരാനുള്ളത്, നേരിടാനുള്ളവരെ ഞാൻ നേരിടും എന്ന് പറഞ്ഞ ചങ്കൂറ്റത്തോടുകൂടി ധൈര്യത്തോടുകൂടി യുദ്ധക്കളത്തിൽ കാണുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചരിത്രത്തിൽ നാം വായിച്ചെടുക്കുകയാണ്. മദീന പള്ളിയിൽ തടിച്ചുകൂടിയിട്ടുള്ള ആളുകൾക്ക് മുമ്പിൽ വെച്ചുകൊണ്ട് അവർക്കെല്ലാം ദീനീ വിജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു അധ്യാപകനെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നാം കാണുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുമ്പിൽ അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥിയായിക്കൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ അടുക്കത്തോടുകൂടി ഒതുക്കത്തോടുകൂടി ജീവിച്ചത് നമുക്ക് കാണുവാൻ സാധിക്കുകയാണ്. അങ്ങനെ പ്രവാചകൻ ജീവിച്ച സമൂഹത്തിൽ എല്ലാ മേഖലകളിലും സ്വാധീനം ചെലുത്തി കടന്നുപോയതിന്റെ ഫലമായിക്കൊണ്ട് 3 ഡബ്ല്യുകളിൽ ജീവിച്ചു എന്ന് ചരിത്രം പറയുന്ന വൈൻ, വാർ, വുമൺ എന്ന് പറയുന്ന ആ 3 മേഖലകളിൽ നിന്ന് ആ സമൂഹത്തെ ആകമാനം മോചിപ്പിച്ചെടുത്ത് ഒരു ഉത്തമമായ സമൂഹത്തെ വാർത്തെടുക്കാൻ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സാധിച്ചു. അതുപോലെ ഒരു ഏറ്റവും നല്ല ഒരു ജനനേതാവ് എന്ന രൂപത്തിൽ, ഒരു സൈന്യാധിപൻ എന്ന രൂപത്തിൽ, ഒരു ഉദാരൻ എന്ന രൂപത്തിൽ, വിധികർത്താവ് എന്ന രൂപത്തിൽ, മഹാമനസ്കൻ, വിശാല ഹൃദയൻ എന്നതുപോലെയുള്ള ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ ഉദാഹരണങ്ങൾ, വ്യക്തിത്വം നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, പ്രവാചകനെ കുറിച്ച് നാം ആലോചിക്കുമ്പോ, പ്രവാചകനെ കുറിച്ച് നാം പഠിക്കുമ്പോ ഈ ചരിത്രങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ പ്രവാചകൻ ജീവിച്ച ജീവിത സരണി ആ ഓരോ മേഖലയിലും എത്രമാത്രം മഹത്വമേറിയതാണെന്ന് മനസ്സിലാക്കുകയാണ് നാം ചെയ്യേണ്ടത്. എന്നിട്ട് അത് നമ്മുടെ ജീവിതമായി, അതാണ് അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, നമ്മുടെ സാക്ഷ്യവചനത്തിന്റെ 2ാം സാക്ഷ്യമായ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നത് ആ സാക്ഷിത്വമാണ് നാം പറയുന്നത്. ഈ മേഖലകളിലെല്ലാം ഞങ്ങൾ കണ്ടിട്ടുള്ള മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ മാതൃകയായി ഞങ്ങൾ ഉൾക്കൊള്ളാം എന്നതാണ് നമ്മുടെ ആ സാക്ഷിത്വം. അതാണ് പ്രവാചകന്റെ ജീവിതം. ആ പ്രവാചകന്റെ ജീവിതം അനുസരിച്ചു കൊണ്ടാണ് നമ്മുടെ ജീവിതത്തെ നാം ക്രമപ്പെടുത്തേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ചരിത്രത്തിലെ വളരെ ചെറിയ മേഖലകളിലൂടെ ഒരു എത്തിനോട്ടം മാത്രം നടത്തിയിട്ടുള്ള ആ ചരിത്രങ്ങളെ വിശാലമായി മനസ്സിലാക്കി അതിൽ നിന്ന് പ്രവാചകനെ തിരിച്ചറിഞ്ഞ് ആ പ്രവാചകന്റെ മാർഗം സ്വീകരിച്ച് ആ വഴിയിലൂടെ സഞ്ചരിച്ച് സ്വർഗം നേടാൻ നാം ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകുമാറാവട്ടെ.
അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വലാത്തൻ തദൂമു ബിഹി ഇലാ യൗമിൽ ഹിസാബ്. അയ്യുഹൽ ഇഖ്വാൻ വൽ അഖവാത്ത് ഉസീകും ബിഖാറുല്ലാഹി വ നഫ്സി താലിം തഖ്വല്ലാഹ്. സഹോദരന്മാരെ, സഹോദരികളെ, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകളനുസരിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉപദേശിക്കുകയാണ്, ഉണർത്തുകയാണ്. ഒന്ന് മുന്നോട്ട് കയറിയിരുന്നത് ബാക്കിലുള്ള ആളുകൾ അവിടെ കുട്ടികളൊക്കെ പുറത്ത് അവിടുന്നിട്ട് വെറുതെ അവിടെ വർത്താൻ പറഞ്ഞിരിക്കുകയാണ്. ഇന്നത്തെ സപ്പുകൾ പൂർത്തീകരിച്ചുകൊണ്ട് മുന്നോട്ട് കയറി. പ്രവാചകന്റെ ചരിത്രത്തിലൂടെയാണ് നാം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതുപോലെ ചില ചില്ലറ ചരിത്രങ്ങൾ കൂടി കേൾക്കുമ്പോൾ നമുക്ക് ആ പ്രവാചകനെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഉസ്മാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹു, അദ്ദേഹം കഅബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരൻ. അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് ഒരിക്കൽ പ്രവാചകൻ ആ താക്കോൽ ആവശ്യപ്പെട്ടു, അതിന്റെ ഉള്ളിലൊന്ന് കടക്കാൻ വേണ്ടി. അദ്ദേഹം നൽകിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ താക്കോൽ എന്തെങ്കിലും എന്റെ കയ്യിൽ വരും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോന്നു. പുറമേ നിന്നുകൊണ്ട് ആരാധന നിർവഹിച്ചു. അങ്ങനെ മക്കം ഫത്ഹിന്റെ സമയത്ത് ആ താക്കോൽ വാങ്ങാൻ അലി റളിയല്ലാഹു അൻഹുവിനെ പറഞ്ഞെടുത്തു. ഉസ്മാൻ ഇബ്നു ത്വൽഹ വിസമ്മതിച്ചെങ്കിലും പിടിച്ചു വാങ്ങിയ അവസാനം ആ താക്കോൽ കൊണ്ടുവന്ന് അത് പ്രവാചകന്റെ കയ്യിൽ കൊടുത്തു. അവർക്കിടയിൽ അക്കാലത്തും ഇക്കാലത്തും എക്കാലത്തും അവർ ഏറ്റവും വലിയ ഒരു സ്ഥാനമായി കാണുന്നതാണ് ആ താക്കോൽ സൂക്ഷിപ്പ് എന്നുള്ളത്. ആ ജാഹിലിയ്യത്തിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ താക്കോൽ കിട്ടിയപ്പോൾ പലരും സഹാബത്തടക്കം ആലോചിച്ചു, ആ താക്കോൽ ഞങ്ങൾക്ക് കിട്ടിയിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും അധികാരം ആഗ്രഹിച്ചിട്ടില്ല, ഒരു സമയത്തും അധികാരം എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹിച്ചില്ല, പക്ഷേ താക്കോൽ എനിക്ക് കിട്ടണം എന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം അത്രയ്ക്ക് വലിയ സ്ഥാനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നേരിട്ട് ചോദിക്കുകയും ചെയ്തു, നബിയെ, മരുമോനാണ്, എന്നിട്ട് കൂടി ആ താക്കോൽ എന്റെ കയ്യിൽ തന്നാണ് എന്ന് നേരിട്ട് ചോദിച്ചു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ താക്കോൽ നൽകിയത് ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങിയത് ആ ഉസ്മാൻ ഇബ്നു ത്വൽഹ റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ തന്നെയാണ്. ആ താക്കോൽ സൂക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ കയ്യിൽ തന്നെ കൊടുക്കുകയാണ്. നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ മഹാമനസ്കത. അന്ന് തന്നോട് കാണിച്ചിട്ടുള്ള ആ പ്രവർത്തിക്ക് മനസ്സിൽ ഒരു രൂപത്തിലുള്ള വെറുപ്പും വെച്ച് ഉണ്ടാക്കാതെ അത് അദ്ദേഹത്തിന് തന്നെ നൽകുകയാണ്. ജാബിർ റളിയല്ലാഹു അൻഹു പ്രവാചകൻ ഒരിക്കൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. നടന്നു പോകുന്ന സമയത്ത് അവർ സാധാരണ കല്യാണം കഴിഞ്ഞാലൊക്കെ പൂശുന്ന ഒരു സെന്റ് ഉണ്ട്. ആ സെന്റ് പൂശിയപ്പോൾ നബി ചോദിച്ചു, അല്ല ജാബിറെ, എന്റെ കല്യാണം കഴിഞ്ഞോ? ഓ, കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ എന്തേ എന്നെ വിളിക്കാഞ്ഞത്? ഞാൻ കാവ്യല്ലേ, ഞാൻ അറിഞ്ഞില്ല. അങ്ങനത്തെ പരാതിയൊന്നുമില്ല ഇസ്ലാമിൽ, അത് വേറൊരു വിഷയമാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു ജാബിർ റളിയല്ലാഹു അൻഹു, അല്ല ജാബിറെ, ഈ ഒട്ടകത്തെ വിൽക്കുന്നുവോ? ഈ ഒട്ടകത്തെ വിൽക്കുന്നുവോ? ജാബിർ റളിയല്ലാഹു അൻഹു, ഇത് പ്രായമായ ഒട്ടകാണ് നബിയെ, ഇത് ഒന്നിനും കൊള്ളൂല, പ്രായമായിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തിനാ ഇത് എന്ന് പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ബിലാലെ, ആ ഒട്ടകത്തെ വില പറഞ്ഞ് ഉറപ്പിച്ചിട്ട് അതിന്റെ വിലയും ജാബിറിന് കൊടുക്കണം, ഒട്ടകത്തെയും കൊടുക്കണം. എന്തേ അങ്ങനെ പറയാൻ കാരണം? നബിക്കറിയാം ജാബിർ റളിയല്ലാഹു അൻഹു ഒരു പാവപ്പെട്ടവനാണ്. എന്തെങ്കിലും കൊടുത്താൽ ചിലപ്പോൾ വാങ്ങിക്കൊള്ളണമെന്നില്ല, ദാനമായി നൽകിയാലൊന്നും വാങ്ങിക്കൊള്ളണമെന്നില്ല. ഒരു മാന്യതയുള്ള ആ രൂപത്തിലുള്ള ആളായത് കൊണ്ട് ആ ഒട്ടകത്തെയും നൽകുക. ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ നേരാണ്, പൈസക്കൊക്കെ ആവശ്യമുണ്ടാവും. അതുകൊണ്ട് അവന് ഈ ഒട്ടകവും ഇരിക്കട്ടെ, ആ കാശും ഇരിക്കട്ടെ. നോക്കൂ, പ്രവാചകന്റെ കൂടെയുള്ള ആളുകളെ പ്രവാചകൻ ചേർത്തു പിടിച്ചത്, പ്രവാചകന്റെ മനസ്സ് വായിച്ചത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂമിന്റെ പേരിൽ അബസ വതവല്ല എന്ന് തുടങ്ങുന്ന നിരവധി ആയത്തുകൾ ഇറങ്ങി. എന്നാൽ ആ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ കണ്ടപ്പോ ലോകാവസാനം വരെ നിലനിൽക്കുന്ന ഖുർആനിൽ എന്നെ ആക്ഷേപിച്ചുകൊണ്ട് ആയത്തിറങ്ങാൻ ഉള്ള കാരണക്കാരൻ ഈ ഉമ്മു മക്തൂമാണ് എന്ന് പറഞ്ഞുകൊണ്ട് വെറുപ്പോടുകൂടി നോക്കുകയല്ല, കാണുമ്പോഴൊക്കെ അബ്ദുല്ലാഹി ഇബ്നു ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ വാരി പുണരാറുണ്ടായിരുന്നു, ചേർത്ത് പിടിക്കാറുണ്ടായിരുന്നു എന്ന ചരിത്രം നോക്കൂ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ അനുചരന്മാരോട് കാണിക്കുന്ന അടുപ്പം. അതുപോലെ ഒരിക്കൽ ഹദിയയായിക്കൊണ്ട് ചില ആളുകൾ മുന്തിരി നൽകുകയാണ്. സാധാരണ പ്രവാചകന് ഹദിയയായി നൽകുന്ന മുന്തിരി അടുത്തുള്ള ചുറ്റിലുമുള്ള ആളുകൾക്കൊക്കെ പ്രവാചകൻ വീതിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ ഇന്ന് ആ മുന്തിരി ആർക്കും നൽകിയില്ല. എല്ലാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ കഴിച്ചു. അപ്പൊ ആളുകൾ എന്തേ ഇപ്പൊ ഞങ്ങൾക്കൊന്നും തരാത്തത്? ഞങ്ങളിപ്പോ അസ്ഹാബു സുഫ എന്ന് പറയുന്ന പള്ളിയിൽ തന്നെ താമസിക്കുന്ന ഒരു വകയും ഇല്ലാത്ത ആളുകൾ അവിടെ ഉണ്ട്, ഞങ്ങൾക്കൊന്നും തന്നില്ല. ആ ഹദിയ നൽകിയിട്ടുള്ള വ്യക്തി പ്രവാചകൻ കഴിക്കുന്നത് ഇങ്ങനെ നോക്കിയിട്ട് അദ്ദേഹം സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പോയി.
പോയപ്പോ നബി ചോദിച്ചു, അല്ല ഞാൻ ഈ മുന്തിരി എന്താ നിങ്ങൾക്ക് തരാത്തത് എന്ന് നിങ്ങൾ ആശങ്കപ്പെട്ടിട്ടുണ്ടാവും, ആശ്ചര്യം ഉണ്ടായിട്ടുണ്ടാവും. എന്നാലേ ആ മുന്തിരി ഭയങ്കര പുളിയായിരുന്നു ആ മുന്തിരി. ഞാൻ നിങ്ങൾക്ക് ആ മുന്തിരി തന്നാൽ നിങ്ങളത് വായിലിട്ട് എന്ത് ചെയ്യും? കടിക്കുമ്പോഴേക്ക് ആ മുന്തിരിയുടെ സമർപ്പ്, അതിന്റെ പുളി നിങ്ങൾക്ക് അനുഭവപ്പെടും, നിങ്ങളുടെ മുഖത്ത് അത് പ്രകടമാകും. അത് കണ്ട അയാൾ ഒരു ഇഷ്ടത്തോടു കൂടി കൊണ്ടുവന്ന ഒരു സാധനല്ലേ, അയാൾ അത് കണ്ടിട്ട് അതിന്റെ പേരിൽ അദ്ദേഹത്തിന് ഒരു വിഷമം ഉണ്ടാകട്ടാന്ന് വിചാരിച്ച ഞാൻ അതൊക്കെ തിന്നാളുന്നത്. അപ്പോൾ നിങ്ങൾ ഓരോ സമയത്ത് സന്ദർഭത്തിൽ പ്രവാചകൻ സ്വീകരിച്ചിട്ടുള്ള നിലപാട്, കഴുബ് റളിയല്ലാഹു അൻഹു പ്രവാചകൻ കൊല്ലാൻ വിധിച്ചിട്ടുള്ള ആളാണ്. ആ കഴുബിന് പുറപ്പെടുത്തു എന്ന് പറഞ്ഞാൽ മൗലിദിന് തെളിവ് പറയാറുള്ള ചില ആളുകൾ വേറെ വിഷയങ്ങളാണ്. കഴുബ് റളിയല്ലാഹു അൻഹു പ്രവാചകനെതിരിൽ ഒരുപാട് നുണപ്രചാരണങ്ങളും കവിതകളും എഴുതി പ്രവാചകനെതിരിൽ പ്രവർത്തിച്ചിരുന്ന ആൾ ഗത്യന്തരമില്ലാതെ കഴുബിനെ കാണ്ടെടുത്ത് കൊല്ലാം എന്ന് പ്രവാചകൻ പറഞ്ഞു. സ്വഹാബത്ത് തെരഞ്ഞെടുക്കുക. വേഷപ്രച്ഛന്നനായി പ്രവാചകന്റെ അടുക്കൽ വരുന്നു. അങ്ങനെ പ്രവാചകനോട് പല കാര്യങ്ങൾ ചോദിക്കുന്നു. ആ ചോദിക്കുന്ന സമയത്ത് താങ്കൾ വളരെയധികം വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ് എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശരിയാണോ? ശരിയാണ്. മാപ്പ് ചോദിച്ചാൽ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യും. നിങ്ങൾ കൊല്ലാൻ വിധിച്ചിട്ടുള്ള കഴുബാണ് നിങ്ങളോട് വിട്ടുവീഴ്ച ചെയ്യാൻ ആവശ്യപ്പെടുന്നതെങ്കിലോ, കഴുബാണെങ്കിലും അവൻ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് എന്നോട് മാപ്പ് ചോദിച്ചാൽ ഞാൻ മാപ്പ് നൽകും. അപ്പോ തന്റെ തലയിലുള്ള ഈ വേഷപ്രച്ഛന്നതയ്ക്ക് വേണ്ടി അദ്ദേഹം സ്വീകരിച്ച വേഷം മാറ്റി. അപ്പോഴാണ് കഴുബാണ് തിരിച്ചറിയുന്നത്. ചുറ്റിലുമുള്ള ആളുകൾ അവിടെ അടുക്കൽ എപ്പോഴും വാളുണ്ടാകും. വാളെടുത്ത് വെട്ടാൻ വേണ്ടി നോക്കി. നബി ആ സമയത്ത് തോളിലുണ്ടായിരുന്ന പുതപ്പെടുത്ത് അയാളുടെ ശരീരത്തിലേക്ക് ഇട്ടു. അറബികൾ അങ്ങനെ ചെയ്താൽ അത് ഞാൻ അവന് സംരക്ഷണം നൽകി എന്നതാണ് മറുപടി. നബിന്റെ മദ്ഹ് പാടിയതിന്റെ പേരിൽ പുതപ്പ് സമ്മാനം കൊടുത്തു, അതുകൊണ്ട് മൗലീദ് ചൊല്ലിക്കോളി എന്ന ആൾക്കാർ ഇതിന് പറയല്. അതല്ല സാന്ദർഭികമായ ആ സന്ദർഭം. ആ സമയത്ത് അദ്ദേഹം നബിയെ പുകഴ്ത്തിക്കൊണ്ടുമുള്ള ഒരു പദ്യം ബാലത്ത് സ്വാദ എന്ന് പറയുന്ന ഒരു കവിതയായിക്കൊണ്ട് പാടിയിട്ടുണ്ട്. അദ്ദേഹം സ്നേഹിച്ചിട്ടുള്ള ഒരു പെണ്ണിന്റെ അംഗലാവണ്യൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. കൂട്ടത്തിൽ പ്രവാചകന്റെ ചില മതവും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആ സമയത്ത് പ്രവാചകൻ വിട്ടുവീഴ്ച ചെയ്തതിന്റെ പേരിൽ ഇസ്ലാം മതം സ്വീകരിച്ച വ്യക്തിയാണ് കഴുബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തോട് പ്രവാചകൻ ചെയ്തിട്ടുള്ള വിട്ടുവീഴ്ച നോക്കൂ നിങ്ങൾ. ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊലപ്പെടുത്തുകയും എന്നിട്ട് മാറി കീറി അവിടെ ആ ഉള്ളിലുള്ള വസ്തുക്കൾ പുറത്തെടുത്ത് ചവച്ചു വെക്കുകയും ചെയ്തിട്ടുള്ള ഹിന്ദും സംഘവും വഹിഷിയാണ് അത് ചെയ്തിട്ടുള്ളത്. ചാട്ടുളി പ്രയോഗത്തിൽ ഏറ്റവും സമർത്ഥനായ അദ്ദേഹത്തെ ഹിന്ദു ഏൽപ്പിക്കുകയായിരുന്നു, ബദറിൽ വെച്ചുകൊണ്ട് തന്റെ ബന്ധുവിനെ കൊലപ്പെടുത്തിയതിന്റെ പ്രതികാരം. എന്നാൽ പിന്നീട് ഈ വഹിഷി മുസ്ലിമായി, ഹിന്ദു മുസ്ലിമായി. അവരൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോ പ്രവാചകൻ പൊട്ടിക്കരഞ്ഞ ദിവസമാണത്. തന്റെ പിതൃവ്യൻ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ആ ഉഹുദിന്റെ രണാങ്കണത്തിൽ കൊലപ്പെടുത്തിയിട്ടുള്ള ആ രംഗം കണ്ടുകൊണ്ട്, എന്നിട്ട് കൂടി അതിന് കാരണക്കാരായ വഹ്ശിയോടോ ഹിന്ദിനോടോ ഒരു വിധത്തിലുള്ള വിരോധവും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചില്ല എന്ന് നമുക്കറിയാവുന്നതാണ്. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ഉഹുദ് യുദ്ധത്തിൽ ആദ്യം തോറ്റോടിയിട്ടുള്ള ശത്രു സൈന്യം ഉഹുദിന്റെ മലയിടുക്കിലൂടെ പ്രത്യാക്രമണം നടത്തിയിട്ടുള്ളത് ഖാലിദ് ഇബ്നുൽ വലീദിന്റെ യുദ്ധ പ്രാവീണ്യം കൊണ്ടായിരുന്നു. ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധതന്ത്രജ്ഞനായിരുന്നു ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അന്ന് ശത്രുപക്ഷത്താണ്. ആ മലയിടുക്കിലൂടെ പ്രത്യാക്രമണം നടത്തിയപ്പോഴാണ് മുസ്ലിം സൈന്യം ഛിന്നഭിന്നമായത്. 70ഓളം ആളുകൾ പ്രവാചകന്റെ അനുയായികൾ അവിടെ വെച്ചുകൊണ്ട് ഷഹീദായി വീണിട്ടുള്ളത്. എന്നാൽ അതിന് കാരണക്കാരനായ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു. പ്രവാചകൻ വല്ല വൈരാഗ്യവും കാണിച്ചോ, വല്ല രൂപത്തിലുമുള്ള വെറുപ്പ് കാണിച്ചോ? ഒന്നുമില്ല. അങ്ങനെ പ്രവാചകൻ ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന, ജീവിതത്തിന്റെ ഓരോ മേഖലകളിലും തിളങ്ങി നിൽക്കുന്ന വ്യക്തിത്വമായി നമുക്ക് ഓരോ ചരിത്രത്തിൽ നിന്നും മനസ്സിലാക്കുവാൻ സാധിക്കുകയാണ്. അനാഥനായി പിറന്ന അദ്ദേഹം അനാഥകളുടെ ആ തോഴനായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദാരിദ്ര്യം അനുഭവിച്ചറിഞ്ഞ അദ്ദേഹം ആ ദരിദ്രന്മാരുടെ സംരക്ഷകനായി നാം കാണുകയാണ്. ഐശ്വര്യം വന്നു ചേർന്നപ്പോ ഒരിക്കലും അല്ലാഹുവിനെ മറക്കാത്ത വിനീതനായ ഒരു ദാസനായി നാം കാണുകയാണ്. ഇങ്ങനെ ജീവിതത്തിന്റെ സർവ്വ മേഖലകളിലും പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിക്കാനുള്ളത് ഈ പ്രവാചകനെയാണ്. നമുക്ക് പഠിക്കാനുള്ളത് ഈ പ്രവാചകനാണ്. അല്ലാതെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്ന
അനാചാരങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഏതോ ഒരു മായാവി കഥകളിലൂടെയുള്ള പ്രവാചകനെ കുറിച്ചല്ല. അതുപോലെ നാട്ടിലും നഗരങ്ങളിലും ഇസ്ലാം പറയാത്ത അനാചാരങ്ങൾ അത്തരത്തിലുള്ളത് പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ ദീനിനെ തന്നെ നശിപ്പിച്ചു കളയുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങളെയല്ല ചരിത്രത്തിൽ നിന്ന് ഈ പ്രവാചകനെ വായിച്ചെടുക്കുക. ആ പ്രവാചകനോട് നമുക്ക് ഏറ്റവും അടുപ്പമുണ്ടാകും, ആ പ്രവാചകനോട് നമുക്ക് ഏറ്റവും സ്നേഹമുണ്ടാകും. ഞാനിവിടെ സുബ്ഹിന്റെ ക്ലാസ്സിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ എന്തുകൊണ്ട് നാം പ്രവാചകത്തെ പഠിക്കണം എന്നതിന്റെ കുറെ കാരണങ്ങൾ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഈ ചരിത്രങ്ങൾ അറിയുമ്പോ ആ മുത്തുനബിയെ നാം സ്നേഹിക്കാതിരിക്കുകയില്ല, ആ മുത്തുനബിയോട് നാം അടുക്കാതിരിക്കുകയില്ല, ആ മുത്തുനബിയിൽ നിന്ന് നാം അകന്നു പോവുകയില്ല. ആ പ്രവാചകന്റെ മാർഗം സ്വീകരിച്ച് അങ്ങനെ മുന്നോട്ട് പോകാൻ നമുക്ക് ആവേശമായിരിക്കും, നമുക്ക് ഏറ്റവും നല്ല സന്തോഷകരമായ അവസ്ഥയായിരിക്കും. ആ അവസ്ഥയുണ്ടാവാൻ ഈ പ്രവാചകനെ കുറിച്ച് സത്യസന്ധമായ കൃത്യമായ ചരിത്രങ്ങളിൽ നിന്ന് നാം പഠിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പ്രവാചകനെ കുറിച്ച് പഠിച്ച് അത് ജീവിതത്തിൽ പകർത്തി പുലർത്തി അത്തരത്തിലുള്ള വ്യക്തിത്വത്തോടുകൂടി ജീവിക്കുന്ന വിശ്വാസിനികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. സർവാധിനാഥനായ റബ്ബേ, മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടെ സാക്ഷ്യത്വത്തിന്റെ രണ്ടാമത്തെ ഭാഗമായ ആ പ്രവാചകനെ ജീവിതത്തിലുടനീളം പ്രവർത്തനങ്ങളിലൂടെ, വാക്കുകളിലൂടെ, കർമ്മങ്ങളിലൂടെ, സമീപനങ്ങളിലൂടെ എല്ലാം സ്നേഹിക്കുന്ന അഥവാ ആ മാതൃകൾ ജീവിതത്തിൽ പകർത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനുള്ള മഹാഭാഗ്യം ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ. ആ പ്രവാചകന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന അന്ധവിശ്വാസങ്ങളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിന്നുകൊണ്ട് പ്രവാചകന്റെ സത്യസന്ധമായ മുഖം അവരിലേക്കും ആ പറഞ്ഞു കൊടുക്കുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും നീ പുറത്ത് മാപ്പാക്കി തരണമേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്നതും മരണപ്പെട്ടു പോയതുമായ മാതാപിതാക്കളും ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അവർക്കും നീ പുറത്ത് മാപ്പാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവരും ബന്ധുമിത്രാദികളുമായിട്ടുള്ള ആളുകൾക്കും അല്ലാഹുവേ നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ തമ്പുരാനെ. അവരുടെ ഖബറുകളെ എല്ലാം നീ വിശാലമാക്കി കൊടുക്കണമേ റബ്ബേ. അല്ലാഹുവേ, രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു രക്ഷിക്കണമേ തമ്പുരാനെ. പ്രായാധിക്യത്തിന്റെ വിഷമതകളിൽ നിന്ന് ഞങ്ങൾക്കെല്ലാവർക്കും നീ കാവൽ നൽകണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ അലങ്കാരങ്ങളാണ് റബ്ബേ. ആ മക്കളെ ദീനീ ചിട്ടയോടുകൂടി അവരെ വളർത്തിക്കൊണ്ടുവരുവാനുള്ള ഭാഗ്യവും അങ്ങനെയുള്ള മാതൃകായോഗ്യമായ ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യവും ഞങ്ങൾക്കെല്ലാവർക്കും നീ നൽകണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് നീ കൺകുളിർമ, സന്തോഷം, ആനന്ദം, ചിരികൾ, കളികൾ, പൊട്ടിച്ചിരികൾ എല്ലാം ഉണ്ടാകുന്ന അവസ്ഥ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ഉണ്ടാക്കി തരണമേ തമ്പുരാനെ. സർവോപരി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു ഷഹാദത്ത് കൃത്യമായി മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് ജീവിച്ച് അത് ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോകുവാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات المسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.